നമസ്കാരം. അങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ 20 വർഷം കഠിന തടവ് 6 പ്രതികൾക്കും ലഭിച്ചു. എന്നാലും ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് നടൻ ദിലീപിനെ ഒഴിവാക്കിയ ജഡ്ജിയുടെ നടപടിയിൽ സംസ്ഥാനത്ത് വ്യാപകമായ അതൃപ്തിയുണ്ട്. 2017 ഒരു വനിതാ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി 6 പേരെയും കൂട്ടബലാത്സംഗം സെക്ഷൻ 376D പ്രകാരം, ക്രിമിനൽ ഗൂഢാലോചന സെക്ഷൻ 120B എന്നീ കുറ്റങ്ങൾക്ക് 20 വർഷം തടവിന് കേരളത്തിൽ ഒരു പ്രാദേശിക കോടതി ശിക്ഷിച്ചു. മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന കുറ്റപത്രം പരിശോധിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച കേസാണിത്. എന്നാൽ ഈ ഭീഷണി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു വഴിത്തിരിവ് നടപടിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഡിസംബർ 8 എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഹണി എം വർഗീസ് വനിതാ ജഡ്ജി കുറ്റക്കാരാണെന്ന് ആദ്യത്തെ 6 പ്രതികളെ വിധിച്ചത്. അവർ പൾസർ സുനി, മാർട്ടിൻ ആൻ്റണി, മണികണ്ഠൻ, VP വിജേഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവരാണ്. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി നടൻ ദിലീപിനെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കേസ് പുരോഗമിക്കുന്നതിനിടയിലാണ് 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച ഒരു വിചിത്രമായ കേസ് കൂടിയായിരുന്നു അത്. അവരിൽ ഒരാൾക്ക് ജഡ്ജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് രേഖയുണ്ട്. എന്നാൽ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവും ഗൗരവവും കണക്കിലെടുത്ത് എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് ഡിസംബർ 12 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ V. അജ്കുമാർ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ പ്രതികളോട് എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ തനിക്ക് പ്രായമായ അമ്മയെ പരിപാലിക്കാനുണ്ടെന്ന് പൾസർ സുനി പറഞ്ഞു. കോടതിയുടെ പരിഗണനയ്ക്കായി അപേക്ഷിച്ചു. എന്നാൽ ഒരു സമയത്തും താൻ ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ലെന്നും 5 വർഷത്തിലേറെയായി താൻ ജയിലിലാണെന്നും ആൻ്റണി വാദിച്ചു. തനിക്ക് വളരെ ചെറിയൊരു മകളുണ്ടെന്നും കുടുംബത്തിലെ വരുമാനമുള്ള അംഗം താൻ മാത്രമാണെന്നും കോടതി പരിഗണിക്കണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഹീനമായ കുറ്റകൃത്യം ചെയ്ത ഇവരെ വെറുതെ വിടണോ? എന്തായിരുന്നു അത്? ഒരു വനിതാ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ആ സംഭവത്തിൻ്റെ ചിത്രീകരണം നടത്തുകയും ചെയ്തതാണ് കേസ്. 2017 ഫെബ്രുവരി 17 തൃശ്ശൂരിനും കൊച്ചിക്കുമിടയിൽ 6 പേരാണ് നടിയെ വാനിൽ തട്ടിക്കൊണ്ടുപോയത്. 2 മണിക്കൂറിലധികം അവരെ തടവിൽ പാർപ്പിച്ചു. ഒരു ശക്തനായ വ്യക്തി നിയമിച്ച ഒരു കൂട്ടം ഗുണ്ടകൾ അതിജീവിച്ചവളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കേസായിട്ടാണ് ഇവരെയും അവരുമായി അടുപ്പമുള്ളവരുമായി കണക്കാക്കുന്നത്. എന്നാൽ 2017 ഏപ്രിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. അന്ന് കേസിൽ 7 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു. സുനി ജയിലിൽ നിന്ന് നടനെ കത്തെഴുതിയതിനെ തുടർന്ന് ദിലീപിനെ പ്രതിപട്ടികയിൽ ചേർത്തു. ആകെ 10 പേർ വരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഏതായാലും ഈ 6 പ്രതികളെ മാത്രം പ്രതിപട്ടികയിൽ ചേർത്ത് 20 വർഷം കഠിന തടവ് ചെയ്തത് അവർക്ക് ശിക്ഷ നൽകിയത് നല്ല കാര്യം തന്നെ. പക്ഷേ ഗൂഢാലോചന നടത്തിയതാര്? ഇപ്പോഴും ആ ചോദ്യം ഒരു ചോദ്യചിഹ്നമായി എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് പ്രേക്ഷകരുടെയും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ ഈ 6 പേരെ മാത്രം ശിക്ഷിച്ചത്? ശരിക്കും ദിലീപ് എന്ന നടൻ, അതായത് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ശരിക്കും കുറ്റവാളിയാണോ? ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ജഡ്ജി ഹണി റോസ് കൃത്യമായി നിഷ്പക്ഷമായി നിയമലംഘനം നടത്തിയോ അതോ നീതി നടപ്പാക്കിയോ? ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അത് നിലനിൽക്കുന്നു പ്രേക്ഷകരുടെ മനസ്സിൽ. ഏതായാലും വെയിറ്റ് ചെയ്യാം ബാക്കിയുള്ള വിശേഷങ്ങൾക്കായി. താങ്ക് യു.